എന്റെ മുഴുവൻ ചലനങ്ങളെയും നിയന്ത്രിക്കുന്നത് ഞാൻ ഏറ്റുവാങ്ങിയ ക്ഷതങ്ങളായിട്ട് മാറുന്നു. ഹിറ്റ്ലർ എന്ന് പറയുന്ന മനുഷ്യനെ നമ്മുടെയൊക്കെ മനസ്സിൽ ഏറ്റവും വലിയ മോൺസ്റ്ററായിട്ട് നമ്മൾ കരുതാറുള്ളത്. പക്ഷെ ഈ മനുഷ്യനെ കുറിച്ച് നമ്മൾ അറിയുക. ആരായിരുന്നു ഈ മനുഷ്യൻ? ബാല്യത്തില് അപ്പൻ കൊച്ചു ഹിറ്റ്ലറിനെ സ്നേഹിച്ചിട്ടില്ല. ഇവൻ അടുക്കലേക്ക് വരുമ്പോഴേക്കും കൈ നിലത്തോട്ട് വെക്കാൻ പറഞ്ഞിട്ട് ആ മനുഷ്യൻ ബൂട്ട്സ് കൊണ്ട് ഇവന്റെ കുഞ്ഞു കൈ ചവിട്ടി അരക്കും. പട്ടിയെ വിളിക്കുന്ന ചൂളം വിളിച്ചാണ് അടുത്തോട്ട് കൊണ്ടുവരിക. ഒരു അമ്മായി ഉണ്ട്, ഭ്രാന്ത് പിടിച്ച് കൂന് പിടിച്ചൊരു അമ്മായി. ഇവർക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ കൊച്ചു ഹിറ്റ്ലറുടെ മുറിയിലേക്ക് ഓടി വരും. ഹിറ്റ്ലർ എവിടെയെങ്കിലും ഒളിച്ചിരിക്കും. പിന്നീട് ഇവൻ വലുതായി, പകയിൽ കുരുത്ത കുഞ്ഞ് വലുതായിട്ട് ഇവൻ ആദ്യമായിട്ട് ചെയ്തത്, സ്വന്തമായിട്ട് ഇവനൊരു ടാങ്കർ ലഭിക്കുമ്പോൾ അത് ഓടിച്ച് ഇവൻ ഗ്രാമത്തിലെ പള്ളി സിമിത്തേരിലേക്ക് എത്തി. എന്നിട്ട് അപ്പന്റെ കുഴിമാടം ആദ്യം തകർത്തു. ഭ്രാന്തിയും വൈകല്യങ്ങളുമുള്ള അമ്മായിയാൽ പീഡിപ്പിക്കപ്പെട്ടത് കൊണ്ട് ഇവൻ പറഞ്ഞു, എന്റെ നാട്ടില് ഇനി വൈകല്യങ്ങളുള്ളവര്, ഏതെങ്കിലും അംഗവൈകല്യങ്ങളുള്ളവര്, ഒരു കരം സൂക്ഷിച്ചവനായിക്കൊള്ളട്ടെ, അവനെപ്പോലും നമ്മൾ വളർത്തിക്കൂടാ, കൊന്നുകളയുക. യഹൂദയായ ഒരു പരിചാരികയ്ക്ക്, യഹൂദനായ ഒരു ധനികന് ജർമ്മൻ പരിചാരികൾ ജനിച്ചവനായിരുന്നു ഹിറ്റ്ലറുടെ മുത്തച്ഛൻ. ഇവന്റെ രക്തത്തിൽ കലർന്നിരിക്കുന്ന ഈ ഒരു തരം സങ്കീർണതയെക്കുറിച്ച് അവന്റെ കൂട്ടുകാർ അവനോട് നിരന്തരം കളിയാക്കുമായിരുന്നു, ജാരസന്ധനെ വിളിച്ചുകൊണ്ട്. ഇവൻ പറഞ്ഞു, ഭൂമിയിൽ ഒരു യഹൂദനെ ഞാൻ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. മുറിവേൽക്കപ്പെട്ട ബി മുറിപ്പെടുത്തുന്ന എ അല്ല, സി ആണ്. സ്നേഹത്തെക്കുറിച്ചൊക്കെ ഞാൻ മസ്കറ്റിൽ ധ്യാനിപ്പിച്ചുകൊണ്ട്